ലിസ്റ്റിൻ പറഞ്ഞ നടൻ ആരാണ് എന്നാണ് എല്ലായിടത്തുമുള്ള ചർച്ച. ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ലിസ്റ്റിൻ സൂചിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിവിൻ പോളിയും ലിസ്റ്റിനും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായി. തുടർന്ന് നിവിൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മയും ഫെഫ്കയും ഒക്കെ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. സിനിമാ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് ഏത് നടനെ കുറിച്ചാണ്? സിനിമാ മേഖലയിലും സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. ലിസ്റ്റിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. ആ വലിയ മാലപ്പടക്കത്തിനാണ് തിരികൊളുത്തിയത്. അത് വേണ്ടായിരുന്നു. ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ്. ഇനി ആ തെറ്റ് ആവർത്തിക്കരുത്. അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നലെ ഒരു പൊതുവേദിയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മുന്നറിയിപ്പുണ്ടായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് സിനിമാ പ്രേമികൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത്. നടന്റെ പേരോ ചെയ്ത തെറ്റോ എന്താണെന്ന് പറയാതെയാണ് ലിസ്റ്റിൻ ഈ മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും ചലച്ചിത്ര മേഖലയാകെ ഞെട്ടിയിരിക്കുകയാണ് ലിസ്റ്റിന്റെ ഈ പ്രതികരണത്തോടെ. ലിസ്റ്റിൻ പറഞ്ഞ നടൻ ആരാണ് എന്നാണ് എല്ലായിടത്തുമുള്ള ചർച്ച. പൃഥ്വിരാജുമായി ലിസ്റ്റിൻ ഉടക്കിയെന്നും അതാണ് ലിസ്റ്റിനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്നുമാണ് ഒരു ഭാഗത്തുള്ള ചർച്ച. അതല്ല, ദിലീപിനെ കുറിച്ച് തന്നെയാണ് ലിസ്റ്റിൻ പറഞ്ഞതെന്നാണ് മറുഭാഗത്ത് നടക്കുന്ന ചർച്ച. എന്നാൽ ദിലീപിന്റെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസിനൊരുങ്ങുകയാണ്. അതിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട വേദിയിലാണ് ലിസ്റ്റിൻ പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ ദിലീപിനെ കുറിച്ചല്ല ലിസ്റ്റിൻ പറഞ്ഞതെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു. എന്തായാലും ചൂടേറിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. എന്നാൽ ഈ പറഞ്ഞതൊന്നുമല്ല സത്യമെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇക്കാര്യങ്ങളാണ്. ലിസ്റ്റിൻ നിർമ്മിക്കുന്ന പടമാണ് ബേബി ഗേൾ. അതിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. കുഞ്ചാക്കോ ബോബനെയാണ് ബേബി ഗേളിൽ അഭിനയിക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഡേറ്റ് പ്രശ്നം കാരണം ചാക്കോച്ചൻ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി. ഗരുഡൻ സംവിധാനം ചെയ്ത അരുൺ വർമ്മയാണ് ഈ ചിത്രം ഒരുക്കുന്നത്. ഈ ചിത്രത്തിലേക്ക് അങ്ങനെയാണ് നിവിൻ പോളി നായകനായി എത്തുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ലിസ്റ്റിൻ സൂചിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിവിൻ പോളിയും ലിസ്റ്റിനും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായി. തുടർന്ന് നിവിൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതാണ് ലിസ്റ്റിന്റെ മുന്നറിയിപ്പിന് കാരണമെന്നാണ് വ്യക്തമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ കുറച്ച് ദിവസം മാത്രം അഭിനയിച്ച ശേഷം നിവിൻ ചിത്രത്തിൽ നിന്ന് ബ്രേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. കഥാപാത്രം മനസ്സിലാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് നിവിൻ പറഞ്ഞു അത്രേ. എന്നാൽ ബ്രേക്ക് നൽകാൻ പറ്റില്ല എന്നുള്ള കർശന നിലപാട് ലിസ്റ്റിൻ സ്റ്റീഫൻ എടുക്കുകയായിരുന്നു. തുടർന്ന് അഭിപ്രായ വ്യത്യാസം മൂർച്ഛിച്ചു. അങ്ങനെ നിവിൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുടർന്ന് നിവിൻ പോളി അഖിൽ സത്യന്റെ, അതായത് സത്യൻ അന്തിക്കാടിന്റെ മകനായ അഖിൽ സത്യന്റെ പാച്ചുവും അത്ഭുത വിളക്കും ഒരുക്കിയ അഖിൽ സത്യന്റെ പുതിയ ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് ലിസ്റ്റിൻ സ്റ്റീഫനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലിസ്റ്റിനും നിവിൻ പോളിയും തമ്മിൽ മറ്റു ചില പ്രശ്നങ്ങൾ തന്നെ നിലവിലുണ്ട്. അത് പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനിടയിലാണ് ഈ പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഈ പണമിടപാട് പ്രശ്നങ്ങളുടെ തുടക്കം തുറമുഖം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, രാജീവ് രവി സംവിധാനം ചെയ്ത ചിത്രമാണ് തുറമുഖം. ഈ സിനിമ സാമ്പത്തിക പ്രതിസന്ധി കാരണം റിലീസ് വൈകുന്ന ഒരു സാഹചര്യം വന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു. തുടർന്ന് കോവിഡിന് ശേഷം ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ചിത്രം ഏറ്റെടുക്കുകയായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയൊരു തുക നിവിൻ പോളി, ഈ സിനിമയുടെ നായകനായിരുന്ന നിവിൻ പോളി ലിസ്റ്റിൻ സ്റ്റീഫന് നൽകാനുണ്ട് എന്ന് കേൾക്കുന്നു. ഈ തുക മുതലാക്കാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ചില തന്ത്രം സ്വീകരിച്ചു അത്രേ. അത് ഇങ്ങനെയാണ്: അതായത് നിവിൻ പോളിയുടെ ഡേറ്റ് കിട്ടിയ ചില സംവിധായകരുടെ ചിത്രങ്ങൾ ലിസ്റ്റിൻ ഏറ്റെടുത്തു. അതിലൂടെ ആ പണം മുതലാക്കാമെന്നാണ് ലിസ്റ്റിൻ തീരുമാനമെടുത്തത്. പക്ഷേ ഇത് നിവിൻ പോളിക്ക് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് സിനിമാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത്, അതായത് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നിവിൻ പോളി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേളിൽ അഭിനയിക്കാൻ എത്തിയത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നം പറഞ്ഞു തീർത്ത ശേഷമാണ് ഇതിലേക്ക് അഭിനയിക്കാൻ നിവിൻ പോളി എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചിത്രത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിവിൻ ലിസ്റ്റിനുമായി പങ്കുവച്ചു. അത് പക്ഷേ ലിസ്റ്റിൻ പരിഹരിക്കാത്തത് കൊണ്ടാണ് നിവിൻ പോളി ബ്രേക്ക് ആവശ്യപ്പെട്ടതെന്നാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് ചിലർ നൽകുന്ന വിവരം. തുടർന്നാണ് അഖിൽ സത്യന്റെ ചിത്രത്തിൽ നിവിൻ ജോയിൻ ചെയ്തത്. ഇതാണ് ഇപ്പോൾ ലിസ്റ്റിന്റെ പൊതുവേദിയിലെ ഞെട്ടിപ്പിക്കുന്ന പരാമർശത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതല്ല പ്രശ്നമെന്നാണ് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് വൃത്തങ്ങൾ പറയുന്നത്. അവർക്ക് മറ്റൊരു വേർഷനാണുള്ളത്. അഖിൽ സത്യന്റെ സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന്
നിവിൻ പോളി 1 കോടിയോളം രൂപ അഡ്വാൻസ് വാങ്ങിയിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ എടുക്കാൻ ഒരു ബ്രേക്ക് വേണമെന്നാണ് നിവിൻ പോളി ആവശ്യപ്പെട്ടത്. പക്ഷേ ലിസ്റ്റിൻ ധിക്കാരപൂർവം ഈ ബ്രേക്ക് നൽകാൻ കഴിയില്ല എന്ന് പറയുകയായിരുന്നു. അത് മാത്രമല്ല ധിക്കാരപൂർവം പെരുമാറി. അതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. നമുക്കറിയാം, എമ്പുരാൻ, തുടരും സിനിമകളുടെ വിജയമുണ്ടെങ്കിലും മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. മിക്ക ചിത്രങ്ങൾക്കും മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടുന്നില്ല എന്ന് നിർമ്മാതാക്കൾ ആഴ്ചതോറും പുറത്തുവിടുന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, വളരെ രഹസ്യ സ്വഭാവമുള്ള കണക്കുകൾ പുറത്തുവിടുന്നത് കാരണം പുതിയ നിർമ്മാതാക്കൾ മലയാള സിനിമയിലേക്ക് വരാത്ത സാഹചര്യമാണെന്നും ഇത് സിനിമയ്ക്ക് നാശം വരുത്തുമെന്നും കഴിഞ്ഞ ദിവസം പ്രമുഖ നിർമ്മാതാവായിട്ടുള്ള സന്തോഷ് ടി കുരുവിള ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. മലയാള സിനിമ തന്നെ നിലച്ചേക്കാം എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് സിനിമാ നിർമ്മാണം 45% കുറഞ്ഞുവെന്നും 2 മാസത്തിനകം ഇൻഡസ്ട്രി ആകെ നിലച്ചാലും അത്ഭുതമില്ലെന്നുമാണ് പ്രമുഖ നിർമ്മാതാവായ സന്തോഷ് ടി കുരുവിള ആ പോസ്റ്റിൽ സൂചിപ്പിച്ചത്. അതായത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. ഈ കണക്കുകൾ പുറത്തുവിടുന്നത് കാരണം പുതിയ നിർമ്മാതാക്കൾ ആരും സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. മാത്രമല്ല, ഈ കണക്കുകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അവർ തന്നെ പുതിയ പ്രോജക്റ്റിലേക്ക് കടക്കുന്നില്ല. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരം പ്രശ്നങ്ങളിൽ മലയാള സിനിമ വളരെയേറെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ലിസ്റ്റിൻ നിവിൻ പോളി പ്രശ്നം ഉയർന്നു വരുന്നത്. സജീവമായി സിനിമ നിർമ്മിക്കുന്ന ആളാണ് നമുക്കറിയാം ലിസ്റ്റിൻ സ്റ്റീഫൻ. അദ്ദേഹത്തിന് നിവിൻ പോളിയെ പോലെ ഒരു നടനിൽ നിന്ന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതിനെ സിനിമാ സംഘടനകൾ വളരെ ഗുരുതരമായാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിവിൻ പോളിക്കെതിരെ അച്ചടക്ക നടപടി ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. അമ്മയും ഫെഫ്കയും ഒക്കെ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നടപടി, ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന സിനിമാ മേഖലയെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ പ്രതിഫലനം ഏത് രീതിയിൽ ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം നിവിൻ പോളി തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണ്. അദ്ദേഹം അങ്ങനെയുള്ള സിനിമകളാണ് സെലക്ട് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു പ്രശ്നം വരുന്നത്. മാത്രമല്ല, നിവിൻ പോളി തുടങ്ങിയ ചില സംരംഭങ്ങളെല്ലാം വലിയ പരാജയങ്ങളിലേക്ക് പോയി. മാത്രമല്ല, ഈ സിനിമകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം കൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നടൻ പോയി എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു സിനിമയിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുന്നു, മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നു, അതിനിടയിൽ ബ്രേക്ക് എടുത്ത് മറ്റേ സിനിമയിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നടപടികൾ. മാത്രമല്ല, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ പ്രൊഫഷണലായി പറയുകയാണെങ്കിൽ പെരുമാറ്റ ദൂഷ്യം എന്ന് തന്നെ ഇതിനെ പറയാം. അങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ ഈ നടൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിവിൻ പോളി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണമെന്നാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത്. പക്ഷേ ഇത് ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. കാരണം നമുക്കറിയാം, സിനിമ നിർമ്മാതാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. അതുകൊണ്ട് തന്നെ ഒരു നടപടിയിലേക്ക്, നിവിൻ പോളിക്കെതിരെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.